ഇന്ന് ഞങ്ങളുടെ നിത്താര ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ. എൻ്റെ തൊട്ടടുത്ത വീടാണ്, അവിടുത്തെ ബേബിയാണ് കേട്ടോ. ഈശലും നിത്താര ബേബിയും തമ്മിൽ കുറച്ച് ദിവസത്തെ വ്യത്യാസമുള്ളൂ. അപ്പോൾ ചോക്ലേറ്റ്സും നല്ല അടിപൊളി സേമിയ പായസമൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ സേമിയ പായസം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്ന് ഈശലു ബേബീനെ വെച്ചിട്ട് ചെറിയൊരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അംഗങ്ങളാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ ഐറ ഫാഷനിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുതിയ ഡ്രസ്സാണ് കേട്ടോ ഇത്. കുഞ്ഞു ബേബീസിന് പറ്റുന്ന ഡ്രസ്സുകളാണ് കേട്ടോ നമ്മൾ ഐറ ഫാഷൻ വഴി സെയിൽ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അതേ ഇക്കും ഉണ്ണിയും കൂടിയിട്ട് അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇക്കുവിന് വർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വർക്കിന് പോകണേക്കാട്ടി മുമ്പ് ഞങ്ങൾക്ക് പെട്ടെന്നൊന്ന് പുറത്ത് പോയിട്ട് വരണം. ഞങ്ങളുടെ കുഞ്ഞ് നിത്താര ബേബിക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ പോയി നേരെ ഇരിഞ്ഞാലക്കുട ലാമിയിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ എടുത്തത്. ഓണൊക്കെ ഇനി വരാൻ പോണത്, അപ്പോൾ ഉണ്ണിക്ക് ഇടാലോ എന്ന് വിചാരിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഓണം കളക്ഷനിൽ ഞങ്ങൾക്ക് ഇതാണ് കേട്ടോ ഇഷ്ടമായത്. പിന്നെ അതിലേക്ക് ഒരു ഹെഡ് ബാൻഡും കൂടി എടുത്തിട്ടുണ്ടായി. അതിൻ്റെ ഇടയിൽ ഇതേ ഇശലുവിന് ഈ ഒരു ടോയ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അതിനെ ഉമ്മ വെച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിട്ടോ. പിന്നെ അവിടുത്തെ കുറച്ച് കളക്ഷൻസൊക്കെ ഞാൻ നോക്കുമായിരുന്നു. ഈ ഒരു കുഞ്ഞു വണ്ടി അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ആളുടെ സൈസിന് പറ്റിയ വണ്ടിയായിരുന്നു. പക്ഷെ എന്താണ് ഒരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ബാക്കിലേക്കാണ് പോണത്. നമ്മുടെ ഇശലു എല്ലാ സംഭവവും ബാക്കിലേക്കാണല്ലോ. അപ്പോൾ ആ വണ്ടി കാലുകൊണ്ട് ബാക്കിലേക്കാണ് കേട്ടോ തുഴഞ്ഞു വരുന്നത്. സാധാരണ എല്ലാ പിള്ളേരും ഫ്രണ്ടിലേക്കല്ലേ പോവുക. നമ്മുടെ ഇശലു എപ്പോഴും ഒരു വെറൈറ്റി ആണല്ലോ. അങ്ങനെ കടയിലുള്ള എല്ലാവരും കുറച്ച് നേരം ഇശലുവിൻ്റെ ഈ കലാപരിപാടിയൊക്കെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. ആ വണ്ടിയിൽ നിന്ന് എണീക്കാനായിട്ട് ആൾക്ക് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ നേരം അതിൽ നിന്ന് കളിക്കുന്നതായിരുന്നു. നമ്മൾ പോവാന്ന് പറഞ്ഞിട്ട് ആൾക്ക് വരാനൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ അവിടെ നിന്ന് എടുത്തു കൊടുത്തു. നമ്മൾ നേരെ ഇക്കുവിൻ്റെ കടയിലേക്കാണ് കേട്ടോ പോകുന്നത്. സ്റ്റുഡിയോയിൽ എത്തിയപ്പോൾ കഴിഞ്ഞ ദിവസം എടുത്ത ബേബി ഷൂട്ടിൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് കാണിച്ചു തരായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞിക്കിളി നല്ല ഉറക്കമായിരുന്നു. ഇന്ന് കുഞ്ഞിക്കിളിയുടെ ഉറക്കമൊന്നും റെഡി ആയിട്ടില്ല കേട്ടോ. ഞങ്ങളിത് കാറിലിരിക്കുന്ന സമയത്ത് അങ്ങനെ ഉറങ്ങിപ്പോയതാണ്. പിന്നെ എണീപ്പിക്കാനൊന്നും നിന്നില്ല, കുറച്ച് നേരം ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇന്ന് എടുത്ത ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. കുറേ ഫണ്ണി മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ വർക്ക് കോപ്പി ചെയ്യാനുള്ളതൊക്കെ കോപ്പി ചെയ്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. ഇക്കുവിന് വർക്കിന് പോകണം. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇശലൂട്ടൻ്റെ എഡിറ്റ് ചെയ്ത ഫോട്ടോസ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ. അതുവരേക്കും ടാറ്റ.